റഫായിട്ട് എഴുതിയതാണ് കേട്ടോ, ഒന്ന് കേട്ടോളൂ. അമ്പോറ്റി തമ്പുരാൻ. എച്ച് മാനവേന്ദ്രവർമ്മ, യോഗാതിരിപ്പാട്, പുളിക്കൽ ശങ്കരോടത്ത് കോവിലകം, കാവിൽപ്പാട്, പാലക്കാട് 12. ജനനം 17 ഓഗസ്റ്റ് 1989. കാവുങ്ങൽ ഗോപാലകൃഷ്ണരാജയ്ക്കും വെള്ളാട്ടിരി മല്ലിക എന്ന വി മല്ലികക്കെട്ടിലമ്മയ്ക്കും ഏക മകനായി ഒലവക്കോട് മേനോൻ നഴ്സിംഗ് ഹോമിൽ ജനിച്ചു. അമ്മ, മുത്തശ്ശി, അമ്മാവൻ, വലിയമ്മ, ചെറിയമ്മമാർ, അവരുടെ കുടുംബങ്ങൾ എല്ലാവരും ചേരുന്ന ഒരു കൂട്ടുകുടുംബമായിരുന്നു ശങ്കരോടത്ത്. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. പുളിക്കൽ എന്ന പേര് നാഗേക്ഷിക്കാവിനോട് ചേർന്നാണ് വന്നത്. ഇന്ന് കോവിലകം നിൽക്കുന്ന സ്ഥലം വെളുത്തേടത്ത് നായർ കുടുംബത്തിൻ്റേതായിരുന്നു. ഞങ്ങളുടെ പൂർവികക്കാർ ഇവിടെ എത്തിപ്പെട്ടവരാണ്. താനൂർ സ്വരൂപത്തിലെ വെട്ടത്ത് രാജവംശത്തിലെ ഒരു ശാഖയാണ് ഞങ്ങൾ. തൃപ്രങ്ങോട്ട് കോവിലകം (വടക്കേ കോവിലകം) എന്നതാണ് മൂലകുടുംബം. വിദ്യാഭ്യാസ യോഗ്യത SSLC പാസ്സാണ്. തുടർന്ന് സംവത്സര ദീക്ഷയും 7 വർഷത്തെ യോഗീന്ദ്ര ദീക്ഷയും കഴിച്ചു. പാരമ്പര്യ ആരാധനയ്ക്ക് മുത്തശ്ശി ഗുരുവായി. താളിയോലകളിലെ പൂജാവിധാനങ്ങൾ ഗ്രഹിച്ചു. സർപ്പത്തിന് ഉപദേഷ്ടാവായി മണ്ണാർശാല വലിയ തിരുമേനി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് ഉപദേശിച്ചത്. വലിയമ്മയുടെ അനുഗ്രഹവും. അങ്ങനെയാണ് അമ്പോറ്റി സ്ഥാനാരോഹണം കഴിഞ്ഞ് പൂജകളും നിത്യദേവാരങ്ങളും ഭക്തർക്ക് മാർഗദർശിയുമായി പ്രസിദ്ധപ്പെട്ടു. ശേഷം കേടായിപ്പോയ തറവാട്ടു തേവാരപ്പുരയും ക്ഷേത്രങ്ങളും പുനഃസ്ഥാപിച്ചു. പാരമ്പര്യ ഓദികനെയും തന്ത്രിയെയും വൈദികനെയും വിളിച്ച് പ്രായശ്ചിത്തങ്ങൾ നടത്തി കോവിലകം പഴയ മോടിയോടുകൂടി സ്ഥാപിച്ചു. സ്വന്തം ദേവാരമൂർത്തികൾക്ക് തേവാരം നടത്തുകയും ധർമ്മദൈവങ്ങളായ സർപ്പത്താന്മാരെയും കാവുകളെയും പരിപാലിച്ച് പരദേവതമാരായ തൃപ്രങ്ങോട്ടപ്പൻ, വെട്ടത്തമ്മ, ചമ്രോട്ടത്തയ്യപ്പൻ, തിരുനാവായ തേവര്, തിരുമാണ്ടാങ്കുന്നിലമ്മ എന്നിവരെയും സ്വഗ്രാമദേവതമാരായ ആലത്തിയൂർ ശ്രീരാമസ്വാമി, ഹനുമാൻ, ഗരുഡൻ എന്നിവരെയും കുലദൈവമായ വീരപോർക്കലിയെ ശങ്കരോടത്ത് സ്വരൂപദേവതയായും വെച്ച് ആരാധിച്ച് യോഗങ്ങൾക്കും യാഗങ്ങൾക്കും അധ്യക്ഷനായി ധർമ്മപരിപാലനവും പ്രജാപരിപാലനവും നടത്തുന്ന ഒരു ക്ഷത്രിയൻ. യോഗാതിരിപ്പാട്. രാഖി രാമായണം പലായനം ചെയ്യപ്പെട്ടു വന്ന ഒരു രാജകുടുംബം. സ്വന്തം കുടുംബപ്പേര് പോലും ജീവന് ഭയന്ന് മറച്ചുവെച്ച പൂർവികം. കോട്ടകളും കൊത്തളങ്ങളും കോവിലകങ്ങളും പെരുമകളും ഒന്നുമില്ലാത്ത, വളരെയധികം ദാരിദ്ര്യങ്ങളനുഭവിച്ച, ഒറ്റപ്പെടലുകളനുഭവിച്ച, വരുത്തർ എന്ന പുച്ഛങ്ങളനുഭവിച്ച, ദൈവദോഷത്താൽ ദുർമരണങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ച, ഉപാസന കൊണ്ടും സാധന കൊണ്ടും പാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും മാത്രം നിലനിന്നും ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിയ ഒരു ദേവീദാസരായ കുടുംബത്തിലെ ബ്രഹ്മചാരിയായ തിരുമനസ് 2022 ജനുവരി 9 അരിയിട്ടുവാഴ്ച നടത്തി ബ്രഹ്മഋഷിയാക്കിയ ഇപ്പോഴത്തെ വാഴുന്നോരാണ് അമ്പോറ്റി തമ്പുരാൻ. ബ്രഹ്മശ്രീ മാനവേന്ദ്രവർമ്മ, യോഗാതിരിപ്പാട്. അത് ഇവിടേക്ക് ഉള്ളതല്ല, ഇത് ഞങ്ങൾ ക്ഷത്രിയ സമാജത്തിലത്തെയാണ്. അതിൽ ആ പുസ്തകം എവിടെയും അധികം പൂശിയ ക്ഷത്രിയന്മാർക്ക് മാത്രമേ ഉള്ളൂ. അത് മൊത്തം ആകെ 100-300 കോപ്പിയേ വരുള്ളൂ. 300 ഉണ്ടാവില്ല, മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ അവരവരുടെ പേഴ്സണൽ നമ്പർ തന്നെ കൊടുക്കണം. അതൊന്നും കാര്യമില്ല. അതിൽ സമാജത്തിലുള്ള നമ്പറാണ്. നമ്മൾ അതിലുള്ള നമ്പറാണ് കൊടുക്കുക കേട്ടോ.